ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഗ്നോ പോയിൻറ്റേഴ്സ്. ഇന്നത്തെ ഇഗ്നോ പോയിൻറ്റേഴ്സ് പ്രോഗ്രാം ഡീകോഡ് സെഷനിൽ സ്റ്റുഡൻസ് ആവശ്യപ്പെട്ട പ്രകാരം ഉള്ള ഒരു കോഴ്സാണ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്. അത് ബി.കോം കോഴ്സാണ്. അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ജൂലൈ 2026 അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് കൃത്യമായിട്ട് ബി.കോമുമായിട്ടും ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയണമെങ്കിൽ റെഫർ ചെയ്യേണ്ട ഒരു ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് ജൂലൈ 2026 പ്രോസ്പെക്ടസ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എക്സാക്ട്ലി ജൂലൈ 2026 പ്രോസ്പെക്ടസിൽ നിന്നുള്ള ബി.കോം കോഴ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന പേജസ് ആണ്. സോ ബി.കോം കോഴ്സിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ബി.കോം എഫ് എന്നുള്ളതാണ്. സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ കീഴിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ബി.കോം എഫ് എന്ന് പറയുന്ന കോഴ്സ്. ഇത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റ് വരുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ നമുക്കറിയാം, പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് 3 വർഷത്തെ ഡിഗ്രി, അതേപോലെ തന്നെ 4 വർഷത്തെ ഡിഗ്രി എന്നീ ആശയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ബി.കോം പെർസ്യൂ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഐദർ 3 വർഷത്തിൽ ബി.കോം വിത്ത് ഒരു മേജർ ഡിഗ്രി എടുക്കാൻ സാധിക്കും. അതേസമയം 4 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓണേഴ്സ് ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നമുക്ക് എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ആ സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇയറിന് ശേഷം നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു UG സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും കിട്ടുക. അതേസമയം സെക്കൻഡ് ഇയറിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് UG ഡിപ്ലോമ ആയിരിക്കും അവാർഡ് ചെയ്യപ്പെടുക. എന്നാൽ 3-ാമത്തെ വർഷം വരുമ്പോൾ നമുക്ക് UG വിത്ത് മേജർ എന്ന രീതിയിൽ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി 4 വർഷം പൂർത്തീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓണേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ബി.കോമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ എലിജിബിലിറ്റി, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, പിന്നെ ഓരോ വർഷവും ഓരോ സെമസ്റ്ററിലും വരുന്ന കോഴ്സസ്, അതേപോലെ തന്നെ നമ്മൾ ഓരോ വർഷവും എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും ക്രെഡിറ്റ്സും കാര്യങ്ങളും, ഇത്രയും വിവരങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിലേക്ക് നമുക്ക് പോകാം. സോ ബി.കോം എഫ് എന്ന് പറയുന്ന കോഴ്സിന് ജോയിൻ ചെയ്യാൻ, അഥവാ ബി.കോമിന് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് +2 ക്വാളിഫിക്കേഷനാണ്, അല്ലെങ്കിൽ അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. സോ നമ്മൾ ബേസിക്കലി പറയുമ്പോൾ +2 ക്വാളിഫിക്കേഷനിൽ ആർക്ക് വേണമെങ്കിലും ബി.കോം എഫിന് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ആൻഡ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഒരു ലേണർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ പേപ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് ഇംഗ്ലീഷ് ആയിരിക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ദ ക്രെഡിറ്റ് ലോഡ് ഓഫ് കോഴ്സസ് പെർ സെമസ്റ്റർ അണ്ടർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇസ് 20 ക്രെഡിറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും നമ്മൾ 20 ക്രെഡിറ്റിനാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് സെമസ്റ്റർ, ഫോർത്ത് സെമസ്റ്റർ, ഫിഫ്ത്ത്, സിക്സ്ത്ത്, ഇവിടെ എല്ലാം നമ്മൾ 20 ക്രെഡിറ്റ്സിനാണ് പഠിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ പ്രോഗ്രാം സ്ട്രക്ചർ മൊത്തത്തിൽ മനസ്സിലാക്കാം. സോ നമ്മൾ ഈ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ സെമസ്റ്റർ കൃത്യമായിട്ട് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡിഗ്രി അഥവാ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബി.കോമിന് ജോയിൻ ചെയ്യുമ്പോൾ ബി.കോമിൻ്റെ സബ്ജക്ട്സ് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമായിരിക്കില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് ബി.കോമുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ബി.കോമിൻ്റേതായ വിഷയങ്ങളെ നമുക്ക് കോർ സബ്ജക്ട്സ് എന്ന് വിളിക്കാം. അതേസമയം നമ്മളൊരു ഡിഗ്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാംഗ്വേജ് പഠിക്കും. ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും, നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും, മറ്റേതെങ്കിലും എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് സ്റ്റഡീസിൽ നിന്നൊക്കെയുള്ള ചില പേപ്പേഴ്സ് നമ്മൾ പഠിക്കും. അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പോൾ എൻവയോൺമെൻറ്റ് പോലെയുള്ള പേപ്പർ പഠിക്കും. നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മുടെ സ്കിൽ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടും എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ അഥവാ പ്രോഗ്രാം സ്ട്രക്ചറിൽ കുറച്ച് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പല പേരുകളിൽ വിളിക്കാൻ പറ്റും. അപ്പം നമ്മുടെ സബ്ജക്റ്റിൻ്റേതായ കോഴ്സസിന് നമുക്ക് കോർ കോഴ്സസ് അഥവാ ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലായിക്കോട്ടെ ബാക്കിയുള്ള സെമസ്റ്ററിലായിക്കോട്ടെ കുറച്ച് മൈനർ ഓർ വൊക്കേഷണൽ കോഴ്സസ് നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ്, അത് ലാംഗ്വേജ് ആണ് കൂടുതലും വരിക, അങ്ങനത്തെ കോഴ്സസ് ഉണ്ടായിരിക്കും. അതേപോലെ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഉണ്ടായിരിക്കും ഫോർ സ്കിൽ എൻഹാൻസ്മെൻറ്റ്. ചിലപ്പോൾ അതേ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് ചില ഇൻറ്റേൺഷിപ്പും ഡെസർട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങൾ വരിക. ഇനി കോമൺ വാല്യൂ ആഡഡ് കോഴ്സസ് ചില സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. ഇനി ഓരോ സെമസ്റ്ററിലും എത്ര ക്രെഡിറ്റ്സിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള കോളത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും നമ്മൾ നോക്കുകയാണെങ്കിൽ 20 ക്രെഡിറ്റ്സിനാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന സബ്ജക്ട്സ്, ആ സബ്ജക്ട്സിൻ്റെ എല്ലാം
കോഴ്സ് കോഡാണ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തത്. ഇപ്പോൾ BCOC 132 എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്, അതിന് 6 ക്രെഡിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. അതേപോലെ തന്നെ മൈനർ വൊക്കേഷണൽ കോഴ്സിൽ BRL 101 അത് 4 ക്രെഡിറ്റിനാണ്. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് വരുമ്പോൾ BEVA 181. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്പെസിഫിക് ടേബിളിനെ വായിക്കേണ്ടത്. അപ്പോൾ ഈ കോഴ്സസ് ഒക്കെ എന്താണ്, അത് ആ കോഴ്സിൽ എന്താണ് പഠിക്കുന്നത്, ആ കോഴ്സിൻ്റെ പേരെന്താണ്, അഥവാ ആ സബ്ജക്റ്റിൻ്റെ പേരെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് താഴേക്ക് വരിക. അപ്പോൾ ഈ ലിസ്റ്റ് ഓഫ് കോഴ്സസ് ഫ്രം 1st to 6th സെമസ്റ്റർ, അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ഈ കോഴ്സ് കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു BCOC 131 എന്ന് പറയുന്ന കോഴ്സ് കോഡാണെങ്കിൽ അവിടെ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ പേര് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നതാണ്. അതിന് 6 ക്രെഡിറ്റാണ്. അതേപോലെ തന്നെ ഓരോ കോഴ്സ് കോഡും നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൈനർ കോഴ്സസിൽ നമ്മൾ കുറേ കോഴ്സ് കോഡ് കണ്ടല്ലോ, അതിൻ്റെ കൃത്യമായിട്ടുള്ള സബ്ജക്റ്റ് പേപ്പർ നെയിമും ക്രെഡിറ്റ്സും അവൈലബിൾ ആണ്. സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് കണ്ടോ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, മാനേജിങ് സ്ട്രെസ്, കൊമേഴ്സ്, ഡാറ്റ അനാലിസിസ് ഒക്കെയാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ജോലിക്ക് ഉപകരിക്കുന്ന ചില പേപ്പേഴ്സാണിത്. സോ അതേപോലെ ഇൻ്റർ ഡിസിപ്ലിനറി നേച്ചറുള്ള ഒരു കോഴ്സ്, ശരിക്കും പറഞ്ഞാൽ BECC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അത് എക്കണോമിക്സ് ഡിഗ്രി എടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. പക്ഷേ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുമല്ലോ ലേണിങ്ങിൽ, മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് അഥവാ മറ്റ് പല സ്കൂൾ ഓഫ് സ്റ്റഡീസിലെയും പല കാര്യങ്ങളും നമ്മുടെ ഡിഗ്രിക്കും വളരെ ഹെൽപ്ഫുള്ളാണ്. സോ അങ്ങനത്തെ പേപ്പേഴ്സും നമ്മൾ നമ്മുടെ ഡിഗ്രി പഠനത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കണം. സോ അത്തരത്തിലൊരു പേപ്പറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വൊക്കേഷണൽ കോഴ്സസ്, അതും നമുക്ക് ജോബിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോഴ്സസ് ആണ്. അപ്പോൾ അവിടെ ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ്, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, എൻ്റർപ്രണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസിൽ നമ്മൾ പറഞ്ഞു ലാംഗ്വേജ് പേപ്പേഴ്സ്, അതേപോലെ തന്നെ എൻവയോൺമെൻറ്റിനെ കുറിച്ചൊരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു പേപ്പർ കൂടിയാണ് ഇവിടെ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ BVA 181 എൻവയോൺമെൻറ്റ് സ്റ്റഡീസ്, അത് ഓൾമോസ്റ്റ് എല്ലാ ഡിഗ്രിക്കാർക്കും വരുന്നൊരു പേപ്പറാണ്. അതേപോലെ തന്നെ ലാംഗ്വേജ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാല്യൂ ആഡഡ് കോഴ്സസ്, അതിൽ നമുക്ക് വാല്യൂ എഡ്യൂക്കേഷൻ, പിന്നെ ഫിലോസഫി ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന് പറഞ്ഞ കോഴ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കേരളത്തിൽ നിന്നൊരു ലേണർ ആയിരിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെ തന്നെ ലാംഗ്വേജ് പേപ്പേഴ്സ് ഓപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സാൻസ്ക്രിറ്റ്, ഉറുദു, ഹിന്ദിയൊക്കെ ഓപ്ഷൻസ് വരുമ്പോഴും നമുക്ക് കംഫർട്ടബിൾ കുറച്ചും കൂടി ഇംഗ്ലീഷ് ആകുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ് പേപ്പർ എടുത്താൽ മതിയാവും. ഓക്കെ, സോ ഇതാണ് വളരെ ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഓരോ സെമസ്റ്ററിലെയും കോഴ്സസ് ഏതാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയി പോകും, അതുകൊണ്ട് അത് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്ററിലെ കോഴ്സസ് നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും വരുന്നത്, അതിൻ്റെ കോഴ്സ് കോഡുകൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ടേബിളിൽ പോയി നമുക്ക് കൃത്യമായിട്ട് അത് ഏതാ സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ തേർഡ് സെമസ്റ്ററിലെയും ഫോർത്ത് സെമസ്റ്ററിലെയും ഫിഫ്ത്തിലെയും സിക്സ്ത്തിലെയും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതേപോലെ 7th 8th, കാരണം നമുക്ക് 4 year ഡിഗ്രി വരുന്നതുകൊണ്ട് 7th and 8th സെമസ്റ്റർ കൂടി ഉണ്ടാവുമല്ലോ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു എക്സിറ്റ് ഓപ്ഷനെ കുറിച്ച് കൂടി പറയാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ടേബിളിൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയും സെക്കൻഡ് സെമസ്റ്ററിൻ്റെയും ഒരു സെറ്റ് ഓഫ് സബ്ജക്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ എക്സാംസ് എല്ലാം പൂർത്തീകരിച്ചു. ഇനി ആദ്യത്തെ വർഷം തന്നെ നമ്മൾ ഈ കോഴ്സ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റിനാണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ആദ്യത്തെ വർഷം നമ്മൾ എക്സിറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു UG സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫസ്റ്റ് സെമസ്റ്ററിലെയും സെക്കൻഡ് സെമസ്റ്ററിലെയും കോഴ്സസ് മാത്രമല്ല, അതിനോടൊപ്പം BFD1 073 എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ 40 ക്രെഡിറ്റ്സ് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന 20 ക്രെഡിറ്റ്സും സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന 20 ക്രെഡിറ്റ്സും ഒപ്പം ഈ BFD1 073 എന്ന് പറയുന്ന ഒരു അഡീഷണൽ കോഴ്സ് നമ്മൾ ചെയ്യണം എക്സിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ. അതിൻ്റെ 4 ക്രെഡിറ്റിനും കൂടിയുള്ള എക്സാംസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UG സർട്ടിഫിക്കറ്റ് കിട്ടുക. പക്ഷേ അത് കോമൺ ആയിട്ട് ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും, അതായത് സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് UG ഡിപ്ലോമ കോഴ്സായിരിക്കും കിട്ടുക. അപ്പോൾ ആ 2 വർഷത്തെയും കോഴ്സുകൾക്കുപരി നമ്മൾ 4 ക്രെഡിറ്റുള്ള CPI 101 കൺസ്യൂമർ ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻസ് എന്ന് പറയുന്ന ഒരു പേപ്പറും കൂടി കംപ്ലീറ്റ് ചെയ്യണം. ഇനി തേർഡ് ഇയറിൽ 5th and 6th സെമസ്റ്റർ കഴിഞ്ഞ്, അതായത് 3ാമത്തെ വർഷം കഴിയുമ്പോഴാണ് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ ആലോചിക്കുന്നതെങ്കിൽ UG ഡിഗ്രി വിത്ത് ഒരു മേജർ ആയിരിക്കും കിട്ടുക. അവിടെ നമ്മൾ അഡീഷണൽ കോഴ്സസ് ചെയ്യേണ്ടി വരില്ല, 3 വർഷത്തെ കോഴ്സസ് എല്ലാം ചെയ്താൽ മതിയാവും. ഇനി ഫോർത്ത് ഇയറിൽ 7th and 8th സെമസ്റ്റർ കഴിഞ്ഞ് നമുക്ക് ഒരു ഫുൾ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് UG ഡിഗ്രി വിത്ത് ഓണേഴ്സും ആയിരിക്കും അവാർഡ് ചെയ്യപ്പെടുക. അപ്പോൾ ഇതാണ് ജൂലൈ 2026 പ്രോസ്പെക്ടസ് പ്രകാരമുള്ള BCom
കോഴ്സ് അഥവാ BCom F എന്ന് പറയുന്ന സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിന് കീഴിൽ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന BCom കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ ഇഫ് യു ഹാവ് എനി ഫർദർ ഡൗട്ട്സ് റിഗാർഡിംഗ് എനി ഓഫ് ദി ആസ്പെക്ട്സ് with respect to BCom course, you can just comment your doubts. Also, you can WhatsApp your doubts to 95 62 63 64 69 so that we will be able to reply according to your specific context. Okay, so please subscribe to the channel if you are new to this channel. Also share with your IGNOU friends so that we can reach maximum number of learners. Thank you.